ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ നോർത്ത് ബേൻ്റെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോർത്ത് ബേന്ന് നേരെ റോസ് ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഉണ്ട് നമ്മുടെ റോസ് ഐലൻഡിലേക്ക് പോകാൻ. അപ്പോൾ റോസ് ഐലൻഡ് മെയിനായിട്ടും ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മെയിനായിട്ടുള്ളത് പഴയ ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ, പിന്നെ നമ്മുടെ കുറേ ഡീറും പീക്കോക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് റോസ് ഐലൻഡിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ റോസ് ഐലൻഡിലെത്തി. ഇവിടെ ഇഷ്ടം പോലെ ഡീറും പീക്കോക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതവിടെ ഡീറിനെ ഞാൻ കാണിച്ചു തരാം. വെയിച്ചോട്ട് തൊടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ധാരാളം മാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒട്ടും പേടിയൊന്നും കൂടാണ്ട് നമുക്ക് അതിനെ തൊടാനും അതിൻ്റെ ഇങ്ങനെ കളിപ്പിക്കാനും ഒക്കെ പറ്റും. ഒരു പേടിയും വേണ്ട, അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തൊടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന സംഭവമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റോസ് ഐലൻഡിലാണ് ഉള്ളത്. ഇവിടെ കുറേ മാനിനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ ബിൽഡിംഗ് ഒക്കെ ആണ് കാണുന്നത്. ഇതെന്താ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ദ്വീപ് എന്നങ്ങാണ്ട പറയാ. ഇതാണ് ഇവിടുത്തെ. പിന്നെ ഇത് എത്രയോ ഏക്കറിലുള്ള സ്ഥലമാണ്. എത്രയോ ഏക്കറിൽ പരന്ന് കിടക്കുന്ന കുറേ ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നടന്നിട്ട് വേണമെങ്കിൽ മെല്ലനെ പോകാം. അപ്പം നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മളിങ്ങനെ ഒരു ബഗ്ഗി എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ മേലെ അവർ കൊണ്ടാക്കും. അപ്പോൾ അതിലുള്ള ഡ്രൈവർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഈ ബിൽഡിംഗ് ഒക്കെ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, ഈ ബിൽഡിംഗ് എന്താണ്, പണ്ട് ബ്രിട്ടീഷുകാർ എന്തിന് യൂസ് ചെയ്തതാണ്, അവരെ ക്ലബും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. പിന്നെ പണ്ടത്തെ അവരെ പോസ്റ്റ് ഓഫീസും കാര്യങ്ങളും ഒക്കെ ഡ്രൈവർ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള അടിപൊളി ബിൽഡിങ്സ് ആണ് മൊത്തമായിട്ട് കാണാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ കുറേ ഇതിൻ്റെ അരയാലൊക്കെ വന്നിട്ട് അതിൽ പിടിച്ചിട്ട് ഏകദേശം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള പലതരം ബിൽഡിങ്സാണ് കാണാൻ പറ്റിയത്. നല്ല സൂപ്പറായിരുന്നു.
എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ റിട്ടേൺ പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. ഞാൻ ഡേ 3 ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക്